എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ തുടർച്ചയും അതുതന്നെയാകും ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുക. നമുക്കൊപ്പം ഡാൻ കുര്യനും ആജ്ഞ രവീന്ദ്രനും ചേരുന്നു. ആദ്യം ഡാനിലേക്ക്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രണ്ടുപേരുടെ രാജി അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി നിന്നു. ഇന്നിപ്പോൾ അതിലെ സർക്കാരിന്റെ ഇടപെടൽ അത് തന്നെയാകും ശ്രദ്ധാകേന്ദ്രമാകുന്നത്. സിനിമാ മേഖലയിലെ ഈ ലൈംഗിക ആരോപണം അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം നാളെ ചേരുകയാണ്. 7 അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും തുടക്കം? ഈ പരാതിയുമായി പരസ്യമായി വന്നവർ തന്നെ ആയിരിക്കുമോ അവർക്ക് മൊഴി കൊടുക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കൃഷ്ണേന്ദു, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചയായി മാറിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പോഴും വിവാദങ്ങൾ ആളിക്കത്തുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ഇന്നലെ 2 പ്രമുഖരുടെ സ്ഥാനം തെറിക്കുന്ന സ്ഥലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനിടയിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ. IPS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും IG-യുമായ G. സ്പർജൻ കുമാർ, അതോടൊപ്പം തിരുവനന്തപുരം റേഞ്ചിന്റെ ചുമതലയുള്ള DIG അജിത ബീഗം ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു 7 അംഗ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അവരുടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ADGP H. വെങ്കടേഷ് ആയിരിക്കും. സ്വാഭാവികമായി കുറ്റാന്വേഷണ മികവ് തെളിയിച്ച വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ 7 അംഗ സംഘത്തിലുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ആദ്യ യോഗം അടുത്ത ദിവസം തന്നെ ചേരുകയാണ്. സ്വാഭാവികമായി ഇവിടെ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികൾ എങ്ങനെ വേണം, അല്ലെ പോലീസിന്റെ ഒരു നടപടികൾ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ ഇവർ ഒരു യോഗം ചേർന്നൊരു പ്രാഥമികമായ തീരുമാനത്തിലേക്ക് കടക്കുക. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പരാതിയുമായി മുമ്പോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുമായി മുമ്പോട്ട് പോകണമെങ്കിൽ കൃത്യമായി പരാതികൾ ഉണ്ടാകേണ്ടത് ഒരു അനിവാര്യതയാണ് പോലീസിന് മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നടിമാർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ട് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ അത് വിശദമായി രഹസ്യമൊഴിയായി നൽകുകയും ചെയ്ത ഏതെങ്കിലും നടിമാർക്ക് അത്തരത്തിൽ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായി അവർക്ക് അതിനുവേണ്ടി ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നതായിരിക്കും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പ്രാഥമികമായി ഉണ്ടാകാൻ പോകുന്ന ഒരു നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്തരത്തിൽ രേഖാമൂലമുള്ള ഒരു പരാതി ലഭിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കേസുമായി മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സ്വമേധയാ കേസെടുക്കാം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താമെന്നൊക്കെ പറയുമ്പോഴും അതിൽ ആധികാരികത ഉണ്ടാകുക, കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ദുരനുഭവം നേരിട്ട നടിമാർ ആ അനുഭവങ്ങൾ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വനിതാ IPS ഉദ്യോഗസ്ഥരെ അടക്കം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നതും. ഒരു കാര്യം ഉറപ്പാണ്, സർക്കാർ വളരെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതി വരാൻ കാത്തിരിക്കാതെ ഇത് സംബന്ധിച്ച തുടർ നീക്കങ്ങൾക്ക് വേണ്ടി ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘത്തെ നിയോഗിക്കാൻ തന്നെ തീരുമാനിച്ചതെന്നാണ് നമുക്ക് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും ഈ ഇപ്പോൾ രഞ്ജിത്തിനെതിരെയും നടൻ സിദ്ദിഖിനെതിരെയും അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന സിദ്ദിഖിനെതിരെയും ഉയർന്ന ആരോപണങ്ങൾ ചെറുതല്ല, വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് സിദ്ദിഖിനെതിരെ ഉയർന്നത്. സ്വാഭാവികമായി മറ്റ് ചില താരങ്ങൾക്കെതിരെ കൂടി ഇതേ ഈ യുവനടി ഈ പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. സ്വാഭാവികമായി തുടർ നീക്കങ്ങളിൽ അവർക്കെതിരെ കൂടി ഒരു നിയമ നടപടികളിലേക്ക് നീങ്ങാൻ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടാകുമോ, അതടക്കം ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. അതിനിടയിലാണ് അടുത്ത ദിവസം അമ്മയുടെ യോഗം ചേരാനിരിക്കുന്നത്. സ്വാഭാവികമായി ഈ കഴിഞ്ഞ ദിവസം ഈ യുവനടി സിദ്ദിഖിനെതിരെ നടത്തിയ വെളിപ്പെടുത്തൽ അത് ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ല. ചലച്ചിത്ര മേഖലയിൽ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം അങ്ങനെയൊന്നില്ല, ഇത് ഊഹാപോഹങ്ങൾ മാത്രമാണ്, അത് വളച്ചൊടിക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മുഖം രക്ഷിക്കാനായി നീക്കം നടത്തിയിരുന്ന താരങ്ങൾക്ക് ഒരു യുവനടി തന്നെ രംഗത്ത് വന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ, അതായത് ഈ സംഘടനയെ പൊതുവിൽ പ്രതിരോധിക്കേണ്ട അമ്മയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ അതിരൂക്ഷമായ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ മേഖല തന്നെ സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തുനിന്ന് യുവനടിയുടെ മൊഴിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാകുമോ, അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുമോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല അവരോട് ഇന്നലെ ആവർത്തിച്ച് നിങ്ങൾ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുമോ എന്നുള്ള ചോദ്യത്തിന് അവർ കൃത്യമായി നൽകിയ ഉത്തരമെന്ന് പറയുന്നത് അവർക്ക് കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ, ഒറ്റയ്ക്ക് ഇനി എവിടെയും കയറി ഇറങ്ങി നാണം കെടാനില്ല, പിന്തുണ ഉണ്ടാകും, ഞാൻ നിയമ നടപടിയുമായി മുമ്പോട്ട് പോയാൽ അതിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായാൽ മാത്രമേ ആ വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഇപ്പോൾ പറയാനാകില്ല എന്ന തരത്തിലുള്ള അഭിപ്രായമായിരുന്നു ഇന്നലെ അവർ വ്യക്തമാക്കിയത്. സ്വാഭാവികമായി ഒരുപക്ഷെ അവരുടെ മാനസികമായ ഒരു സമ്മർദ്ദങ്ങളും അതിൽ ഒരു പ്രതിഫലിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും
പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ നടത്തിയ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്ന് മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് എപ്പോഴാണ് എന്നതാണ് നമുക്കിനി അറിയാനുള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ആദ്യ യോഗം എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം തന്നെ ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ യോഗത്തിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആരോപണമായി ഉയർന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചർച്ചയാകും. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും നടിമാർ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ പരാതിയെ മുൻനിർത്തിക്കൊണ്ട് ഈ കേസിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമായിരിക്കും ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.